സ്റ്റുഡൻസ്, നാളെ നമ്മുടെ സ്കൂളിൽ ഇന്റർ സ്കൂൾ റോബോട്ട് കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഖേദകരം എന്തെന്നാൽ ഈ കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ഒരു സ്റ്റുഡന്റ് പോലും പങ്കെടുക്കുന്നില്ല. സർ, ഈ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. വെരി ഗുഡ് വീർ, ഐ ആം പ്രൗഡ് ഓഫ് യു. സർ, യു ആർ പ്രൗഡ് ഓഫ് മീ ഓൾസോ. എന്തിന്? നീ അതിനെന്താ ചെയ്തത്? സർ, ഞാൻ ഉദ്ദേശിച്ചത് യു വിൽ ബി പ്രൗഡ് ഓഫ് മീ ആൾസോ എന്നാ. ഞാനൊരു റോബോട്ടിനെ ഉണ്ടാക്കി കൊണ്ടുവരും. അച്ഛാ പ്ലീസ് പ്ലീസ്, ഒരൊറ്റ റോബോട്ടിന്റെ കാര്യല്ലേ ഉള്ളൂ. ആരോടെങ്കിലും പറഞ്ഞൊന്ന് ഉണ്ടാക്കിച്ചാ പ്ലീസ്. സ്വന്തം മകന് വേണ്ടി ഇത്രയെങ്കിലും അച്ഛൻ ചെയ്യില്ലേ? നീ വെറുതെ എന്റെ പിന്നാലെ നടക്കണ്ട. റോബോട്ടിനെ ഉണ്ടാക്കുന്നത് അത്ര എളുപ്പപ്പണിയൊന്നുമല്ല. സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരുപാട് നാണം കെടും അച്ഛാ. ഇവന് റോബോട്ടിനെ വേണം, ഞങ്ങൾക്കാണെങ്കിൽ വീറിനെ വേണം. ചിലപ്പോ ബോസിന് ഇതൊരു ഗുണമായാലോ? മോന, നീ ഇത് കണ്ടില്ലേ? നമ്മുടെ ടിംബക്ടു വലിയൊരു ബുദ്ധിമാനായി മാറിയിരിക്കുകയാണ്. ഇവന്റെ പ്ലാൻ വളരെ നല്ലതാണ്. ഞാൻ ഇവനൊരു റോബോട്ടിനെ ഉണ്ടാക്കി കൊടുക്കും. അത് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് പോയി പങ്കെടുക്കുകയും ചെയ്യും. അത് കൂടാതെ ആ വീറിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഇതാ കുറച്ച് പ്ലേറ്റും കപ്പുകളുമാണ്. ഇത് നമ്മൾക്ക് ഇനി ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. താങ്ക് യു അപ്പൂപ്പ. ഇത് ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാന പ്രശ്നമാ. എനിക്ക് ഈ കോമ്പറ്റീഷൻ ഉറപ്പായും ജയിച്ചേ പറ്റൂ. വീർ, വെറുതെ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഞാൻ മാജിക് ഉപയോഗിച്ച് ഉണ്ടാക്കി തരാലോ. അക്കടം പക്കടം ആലം ഫാലം ഇകടം തിക്കടം ദം ദമാദം. കണ്ടില്ലേ, ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ശുദ്ധമായ നാടൻ റോബോട്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ഇതിന്റെ കഴിവ് കണ്ടോ? ഇത് വളരെ ചെറുതല്ലേ ചിണ്ടു? ഇത് കുറച്ചുകൂടെ വലുതാക്കിയാ നല്ല രസമായിരിക്കും. അതിനെന്താ, ഇപ്പൊ വലുതാക്കാലോ. ഇനിയല്ലേ രസം. എന്റെ റോബോട്ടിനെ നീ കഴിച്ചോ? നിനക്ക് ഇത്ര ധൈര്യമുണ്ടോ? നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? ചിണ്ടുവിന്റെ ഒരു റോബോട്ട് വീർ, ഞങ്ങൾക്ക് ഒരു സ്റ്റോറി ബുക്ക് താന്നേ. ഞാൻ സ്റ്റോറി വായിച്ച് ചുൾബുളിനെ കേൾപ്പിച്ചോളാം. അതെ വീർ, നീ ഹോംവർക്ക് ചെയ്യുന്നതിൽ ബിസിയല്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബോറടിച്ച് ചാകുക. ഓക്കെ ജിൻഡു, ഇതാ സ്റ്റോറി ബുക്ക് പിടിച്ചോ. നീ ഇത് ചുൾബുളിനെ വായിച്ച് കേൾപ്പിക്കേ. പക്ഷേ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. പണ്ടൊരിക്കൽ ഒരു കാട്ടിലെ കുറെ ഡൈനോസോഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും മാനിന്റെ പിന്നാലെ ഓടുകയായിരുന്നു. ഡൈനോസറിനെ കാണാൻ എങ്ങനെയിരിക്കുന്നേ? എന്നെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ ഡൈനോസേഴ്സിനെ കണ്ടിട്ടേ ഇല്ല. ഈ ബുക്കിൽ കഥ മാത്രമേ ഉള്ളൂ, ഫോട്ടോസ് ഒന്നുമില്ല. ഫോട്ടോ ഉണ്ടായിരുന്ന സ്റ്റോറി കേൾക്കാൻ നല്ല രസമായിരുന്നു. ശരി, എന്നാ പിന്നെ നിനക്ക് വേണ്ടി ഈ കഥയോടൊപ്പം ചലിക്കുന്ന ഫോട്ടോയും ഞാൻ വെക്കാം. ഒരു സിനിമ കാണുന്നത് പോലെ ഉണ്ടാവും. എന്താ, ചലിക്കുന്ന ഫോട്ടോകളോ? എങ്കിൽ പിന്നെ ഭയങ്കര രസമായിരിക്കും. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. നോക്ക് നോക്ക്, ദേ ഒരു മാന്. ഇതിപ്പോ ഇവിടുന്ന് വന്നു. ഹൗ ക്യൂട്ട്. എന്ത് ഭംഗിയാ കാണാൻ. ജിൻഡു, നീ ഇത് എന്തായി ചെയ്തത്? അങ്ങോട്ട് നോക്ക്, ആ മാൻ ടേബിളിനടിയിൽ ഒളിച്ചിരിക്കുക. പാവ ഒരുപാട് പേടിച്ചു പോയി. അതേ മാനെ, നീ അകത്തോട്ട് പോ. നിന്റെ സ്ഥലം അകത്താ, പുറത്തല്ല. പക്ഷേ ഡൈനോസർ നാട്ടിലോട്ട് ഇറങ്ങി ഓടിയല്ലോ. വേഗം മാജിക് ഉപയോഗിച്ച് അതിനെ തിരിച്ചു വിളിക്കേ. ഇപ്പൊ വിളിക്കാലോ. അവരെന്റെ മാജിക് കൊണ്ട് ഉണ്ടായതാ. അതുകൊണ്ട് അവരുടെ അടുത്ത് എന്റെ മാജിക് വർക്ക് ആവില്ല. പക്ഷെ നമ്മൾ ഈ ബുക്ക് കൊണ്ടുപോയി ആ ഡൈനോസോറിന്റെ മുഖത്തിന് നേരെ പിടിക്കുകയാണെങ്കിൽ അങ്ങനെ അവർ ഈ ബുക്ക് കാണുമ്പോ ഉടൻ തന്നെ അവരെല്ലാവരും ഈ ബുക്കിനകത്തേക്ക് പോയിക്കോളും. എന്നാ പിന്നെ വേഗം വരൂ. ഡൈനോസോർ വരുന്നേ, ഓടിക്കോ ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ, ഓടി രക്ഷപ്പെട്ടോ. അപ്പൂപ്പ, ഇംലി നിങ്ങളെ വീടിന്റെ പുറത്ത് ഇറങ്ങണ്ട. ഞാൻ ഇപ്പൊ വരാം. വിങ് സ്യൂട്ട് ഓൺ. ഇംലി, നിങ്ങൾ അകത്ത് തന്നെ നിന്നാ മതി. ഞാനും ചിണ്ടുവും പോയിട്ട് ഇപ്പൊ തന്നെ മടങ്ങി വരാം.
ഈ ഫുർസത് ഗഞ്ചിൽ ഇത്ര പെട്ടെന്ന് എവിടുന്ന ഡൈനോസർ വന്നത്? ഇതിപ്പോ എവിടുന്നാ വന്നേ? എനിക്കറിയില്ല. ആ മയിൽ ഡാൻസ് കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ? അതെ എംലി. പക്ഷേ ഇതേ ബണ്ടിയുടെ ടെറസിലേക്ക് നോക്ക്. അവർക്ക് ആ മയിലിനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അങ്കിൾ എന്റെ ഉന്നം കണ്ടോണം. കറക്റ്റ് മയിലിന്റെ ദേഹത്ത് കൊള്ളു. ഞാനിന്ന് കാണട്ടെ നിനക്ക് എത്ര നല്ല ഉന്നമുണ്ടെന്ന്. നിനക്ക് തീരെ ഉന്നമില്ലല്ലോടാ ബണ്ടി. ബണ്ടി ബേർഡ്സിനെ കല്ലെറിയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അതുമാത്രമല്ല, പീകോക്ക് നമ്മുടെ നാഷണൽ ബേർഡാ. അതിനെ കല്ലെറിഞ്ഞ പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടിടും. അങ്കിൾ മുതിർന്ന ആളല്ലേ, അങ്കിൾ അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ബണ്ടി, നമുക്ക് താഴെ പോവാം. നമ്മൾ അതിനെ കൊല്ലുകയില്ല, പക്ഷെ അതിനെ പിടിച്ചുകൊണ്ട് ഫാം ഹൗസിലേക്ക് പോകും. അവിടെ ചെന്ന് ഇതിനെ കൂട്ടിലടച്ചിടണം. പീകോക്ക് ട്രാൻസ്ലേറ്റർ ഓൺ. അതെന്താ വീർ? ഇനി ഈ പീകോക്കിന് നമ്മുടെ ലാംഗ്വേജും നമുക്ക് പീകോക്കിന്റെ ലാംഗ്വേജും മനസ്സിലാവും. ദേ നോക്ക്, അത് ഒരുപാട് പേടിച്ചിരിക്കുക. ഹലോ ഫ്രെഡ്, പേടിക്കണ്ട, ഞങ്ങൾ നിനക്ക് ഒരു ഉപദ്രവവും ചെയ്യില്ല. പക്ഷെ നീ ഇവിടെ എങ്ങനെയാ വന്നതെന്ന് പറയാവോ? എന്റെ ചിറകിനൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിക്ക് പറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ വീടിന് മുകളിൽ ഇറങ്ങേണ്ടി വന്നത്. എന്റെ പേര് ഇംലിന്ന. ഇതാണ് വീർ. ഇത് ഞങ്ങളെ കൂട്ടുകാരൻ ചുൾബുൾ. ഞങ്ങളെ നിന്നെ നന്നായിട്ട് നോക്കോളാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് ഞങ്ങൾ ശരിയാക്കി തരാം. നിന്റെ ചിറക് ശരിയാവുന്നത് വരെ നീ ഇവിടെ താമസിച്ചോ. വളരെയധികം നന്ദിയുണ്ട്. ടിംബക്ടു, നിനക്കെന്താണ് തോന്നുന്നത്? എനിക്ക് വീറിനെ ഇല്ലാതാക്കാൻ കഴിയുമോ അതോ ഇല്ലയോ? അവള് പറയുന്നത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷേ ഇവള് പറഞ്ഞ ദിവസം എന്നാണ് വരുന്നത് ബോസ്? വീറിനെ പിടിക്കാൻ പിന്നാലെ ഓടി ഓടി ബോസ് അങ്ങ് കിളവനായി പോയി. എന്നിട്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വീറിനെ പിടിക്കാനാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ബോസ് ഇല്ലാണ്ടാവാതിരുന്നാ മതി. I am mad. Very, very mad. നീ എന്നെ കിളവനെന്ന് വിളിച്ചു അല്ലേടാ? പക്ഷെ ഇനി നീ എന്നെ അപമാനിക്കില്ല കേട്ടോ. ഇതാണ് എന്റെ പുതിയ റോബോട്ട്, ഡാർക്ക് മാഗ്നസ്. ഇന്ന് രാത്രി ഫുർസത് ഗഞ്ചിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രിയായിരിക്കും. എന്റെ ഈ ഡാർക്ക് മാഗ്നസ് റോബോട്ട് ഫുർസത് ഗഞ്ചിനെ അന്ധകാരം കൊണ്ട് നിറയ്ക്കാം. ആ ഇരുട്ടിന്റെ മറവിൽ വീറിന് വിനാശം സംഭവിക്കാം. സർവനാശം. ഡാർക്ക് മാഗ്നസോ? ബോസ് പറയുന്നല്ലോ നീ ഫുർസത് ഗഞ്ചിനെ മുഴുവനും അന്ധകാരം കൊണ്ട് നിറയ്ക്കുമെന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ ഒരു സാമ്പിള് കാണിച്ചു തരാൻ പറ്റുമോ? നിർത്താനാ പറഞ്ഞതാ. ഞാൻ പരീക്ഷിച്ച് കണ്ടുപിടിച്ച എല്ലാ മെഷീനുകളും ഇപ്പൊ നശിച്ചു പോകും. നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചു കൂടെടാ. ആകാശത്തെ നക്ഷത്രം കാണാൻ എന്ത് രസല്ലേ? അതേ എമിലി, കാണുമ്പോ തന്നെ 1000 ബൾബുകൾ ഒരുമിച്ച് കത്തുന്ന പോലെയാ തോന്നുന്നേ. അതാരായിരുന്നു മുകളിൽ കൂടി ഇപ്പൊ ചിരിച്ചോണ്ട് പോയത്? ആകെ മൊത്തം ഇരുട്ടാക്കി കളഞ്ഞല്ലോ. വീർ, നിങ്ങളുടെ ഇവിടെ കറണ്ട് ഉണ്ടോ? ഇല്ല ആന്റി, ഇപ്പോഴാ ഇവിടെ എല്ലാം ഇരുട്ടായത്. നിങ്ങളെ രണ്ടുപേരും ഇവിടെ നിൽക്കേ, ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. കുട്ടികളെ കറണ്ട് പോയിരിക്കുക. ഇന്നാ ഇത് വെച്ചോ. അല്ല, ഈ വീർ ഇതെവിടെ പോയി? കറണ്ട് എന്താ പോയിന്ന് ചെക്ക് ചെയ്യാൻ പോയതാ.
ഇവിടുത്തെ എല്ലാ വീട്ടിലും കറണ്ട് പോയി. അപ്പൂപ്പ കറുത്ത എന്തോ ഒരു രൂപം മുകളിൽ കൂടെ പോയി. അത് ചിരിക്കുന്നുണ്ടായിരുന്നു. അത് പോയ വഴിയിലെല്ലാം കറണ്ട് അത് വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കറുത്ത രൂപമോ? അത് കരണ്ടെല്ലാം വലിച്ചെടുത്തെന്നോ? എങ്കിലത് മാഡ്മാക്സിന്റെ പണി തന്നെയായിരിക്കും. വീറിനെ വിവരം അറിയിച്ചേ പറ്റൂ.